ഗൈസ്, ഇത് ഞാനും മഞ്ജു ചാനയും കൂടെ അമ്പലത്തിലേക്ക് പോയിട്ട് അതുവഴി നമ്മൾ കൊട്ടിയത് ഡ്രീംസ് മാൾ വന്നിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ലുലു ഹൈപ്പർ ഉള്ളത്, ലുലു ഡെയിലി ഹൈപ്പർ. ഓൾറെഡി ഞാൻ പോയിട്ടുണ്ട്, ഇനി ഇവരൊന്നും പോയിട്ടില്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ അവിടെ ഒന്ന് കറങ്ങിയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കാണ് എൻ്റെ വണ്ടിക്ക് ചെറിയൊരു പണി ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞമ്മ ചോദിച്ചു എന്താണ് വീഡിയോസ് എടുക്കാൻ അമ്പലത്തിൽ കയറുന്നുണ്ട്. ഞാൻ പിന്നെ മനഃപൂർവ്വം എടുക്കാഞ്ഞതാണ്, മടിയാണെന്നാണ് വേണമെങ്കിൽ പറയാം. പിന്നെ ഞാനെങ്കിൽ ലോങ് വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല, രുക്കും ഇല്ലാതെ. പിന്നെ എങ്ങനെയാണെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ചെറിയൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ നേരെ നമ്മൾ കൊട്ടിയത്തേക്ക് പോയി. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ലുലു ഹൈപ്പറിൽ പോകുന്നുണ്ടെന്ന്. അവിടെ ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ ഞാൻ ആദ്യം പോയതാണ്. അപ്പോഴത്തേക്ക് ഭയങ്കര ആളായിരുന്നു. പക്ഷേ ഈ വട്ടം ആൾ വളരെ കുറവായിരുന്നു. എനിക്കാണെങ്കിൽ കയറിയപ്പോഴത്തേക്കാണെങ്കിൽ എൻ്റെ എറണാകുളത്ത് സെൻട്രൽ സ്ക്വയറിൽ കയറിയൊരു ഓർമ്മ ഇതാണ് എനിക്ക് വന്നത്. ചെന്ന് കയറിയപ്പോൾ ഞാൻ ചോദിച്ചു അനിയൻകുട്ടി എങ്ങനെ ഉണ്ടടാന്ന് ചോദിച്ചപ്പോൾ അനിയൻകുട്ടി പിന്നെ കൊള്ളത്തെയൊന്നുമില്ലെന്ന്. അവൻ എന്ത് പറഞ്ഞാലും അവൻ നെഗറ്റീവേ പറയത്തുള്ളൂ. അമ്മ എന്തോ ക്രിസ്മസ് ടൈമിലാട്ടോ വന്നത്. ആ ടൈമിലാണെങ്കിൽ നല്ല ഡെക്കോറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ വട്ടം വന്നപ്പോഴത്തേക്കും സ്പേസ് ആണെങ്കിൽ ഒരുപാടുണ്ട്, ഒരു സംഭവവും ഇല്ല, ഒരു ഡെക്കറേഷൻ പോലും ഇല്ല. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് എന്തോ പോലെ ആയിപ്പോയി. ചെന്ന് കയറുമ്പോൾ തന്നെ KFCയും പിന്നെ ലുലു ഹൈപ്പർ ഒക്കെ ഫസ്റ്റ് ഫ്ലോർ തന്നെയാണ് കേട്ടോ. അനിയൻകുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഇങ്ങനെ ഇത് കാണാൻ വേണ്ടിയിട്ടുള്ളത്. അമ്മു ചേച്ചി പറഞ്ഞത് വെച്ചിട്ട് എന്താണ് ഇവിടെ നിന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ ഓടി നടക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം സാധനങ്ങളൊന്നും മേടിക്കേണ്ട, നമുക്ക് ഫുഡ് കോർട്ടിൽ അവിടെയൊക്കെ പോയിട്ട് വന്നിട്ട് നമുക്ക് ഹൈപ്പറിൽ കയറി സാധനങ്ങൾ മേടിക്കാം. കാരണം എന്ന് വെച്ചാൽ ഈ സാധനങ്ങൾ എത്ര മേടിച്ചാൽ തന്നെ ഞാനും കുഞ്ഞും തന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കേണ്ടി വരും ഓരോ ഫ്ലോറിൽ ഇങ്ങനെ കയറുമ്പോഴത്തേക്ക്. അതിന് നല്ലത് തന്നെ തിരിച്ച് പോകുമ്പോൾ മേടിക്കുന്നില്ല ബെറ്റർ എന്ന് വിചാരിച്ചിട്ട് നേരെ നമ്മൾ ഫുഡ് കോർട്ടിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കാണ് ഞാൻ ഫസ്റ്റ് കണ്ടത് എൻ്റെ ചൈനീസിൻ്റെ ഫുഡാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അപ്പം തന്നെ ഞാൻ ഓർപ്പിച്ച് എന്തായാലും ട്രൈ ചെയ്യണമെന്ന്. അങ്ങനെ പിന്നെ അവിടുന്ന് ഓരോരോ കടകൾ ഇങ്ങനെ കയറി ഇറങ്ങി എന്ത് മേടിക്കണമെന്ന്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഫുഡ് കോർട്ട്. കാരണം വെച്ചാൽ നല്ല കളർഫുൾ ആയിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ അനിയൻകുട്ടനും ഞാനും കുഞ്ഞമ്മയും കൂടെ ഇങ്ങനെ നോക്കുകയാണ്. കുഞ്ഞമ്മയാണെങ്കിൽ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ അനിയൻകുട്ടൻ എന്ത് മേടിക്കണം. അങ്ങനെ ഡൊമിനോസിൽ കയറി പിസ്സയും പിന്നെ ചൈനീസ് ഫുഡും കാര്യങ്ങളൊക്കെ കുറേ ഐറ്റംസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബാർബിക്യൂവിൻ്റെ പിസ്സയും പിന്നെ അവൽ മിൽക്ക് ഷേക്ക് കേട്ടോ ഓർഡർ ചെയ്തത്. അവനെടുത്ത സ്പെഷ്യൽ ചോക്ലേറ്റ് അവൽ മിൽക്ക് ഷേക്ക്. ഞങ്ങൾ നോർമലാണ് കഴിച്ചത്, നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ സാധാരണക്കാർക്കൊക്കെയാണ് ഒരു വട്ടം വേണമെങ്കിൽ നമുക്ക് അവിടെ പോയി ഫുഡ് കഴിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ പൈസയും പിന്നെ GST ഉൾപ്പെടെയൊക്കെയാണ്, എല്ലാം നല്ല റേറ്റും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും കുഴപ്പമില്ല, ഒരു വട്ടമൊക്കെ വേണമെങ്കിൽ നമുക്ക് പോയി കഴിക്കാമെന്ന് പോലെ. എപ്പോഴും പറ്റത്തൊന്നുമില്ല. എങ്ങനെയാണ് ചേച്ചി? വാവ്, ചൈന. ഞാൻ അവിടെ നിന്നാണ് എൻ്റെ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുന്നത്. കാരണം എൻ്റെ ഭയങ്കര ആഗ്രഹമാണ് ചൈനീസ് ഫുഡ് കഴിക്കണമെന്ന്. ഉള്ള ചൈനീസ് സീരീസ് മൊത്തം കണ്ട് അങ്ങനെ ഞാനത് അവസാനം വാങ്ങിക്കാൻ പോവുകയാണ്. ലുക്കും കൂടെ വേണമായിരുന്നു. ചൈനീസ് താലാണ്, നൂഡിൽസ്, കിംചി, പൊട്ടറ്റോ റൈസ് ഒക്കെയാണ്. ചൈനീസ് താലി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. പക്ഷെ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കാം മേ ബി. എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചില പൊട്ടറ്റോ ഫ്രൈഡ് കൂടെ ഹണി ചേർത്തൊരു സോസ് ഉണ്ട്, അതിൻ്റെ കൂടെ ഡിപ്പ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇനി ഒരു വട്ടം രുക്കുമായിട്ട് പോകുമ്പോൾ എന്തായാലും അത് ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. രുക്കുവിൻ്റെ വകയായിരിക്കും അതിൻ്റെ ട്രീറ്റ്. എന്തായാലും നല്ല ടേസ്റ്റും കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ പിന്നെ കുഞ്ഞമ്മയ്ക്കും അനിയൻകുട്ടനും കൂടെ കൊടുത്ത് കൊള്ളായിരുന്നു. എന്തായാലും ഒരു 210 എന്തോ റേറ്റ് ആയിരുന്നു തോന്നി, 230 എന്തോ. കൊള്ളായിരുന്നു. വാഷ്റൂമിൽ കയറിയപ്പോഴത്തേക്കാണ് അനിയൻകുട്ടൻ പറയുന്നത് പണ്ട് കൊച്ചി ലുലുമാളിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ കൈ ഉണക്കുന്ന ഒരു മെഷീൻ്റെ കാര്യം അവൻ പറഞ്ഞപ്പോഴത്തേക്കാണ് അവൻ ഇപ്പോഴും ഓർമ്മയുണ്ടോന്ന്. അതവിടെ കണ്ടപ്പോഴത്തേക്ക് അവൻ വീണ്ടും അതവൻ ഓർത്തെടുക്കുകയാണ്. പിന്നെ കുഞ്ഞമ്മയെ അങ്ങനെ പഠിപ്പിക്കുന്നതൊക്കെ കണ്ട അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. എത്ര നോക്കിയിട്ട് എന്തിനൊക്കെ സെക്ഷൻ അനിയൻകുട്ടൻ്റെ സെക്ഷനാണിതെല്ലാം. ഫോട്ടോ വേണോ? അനിയൻകുട്ടനാണെങ്കിൽ ഈ വക ഐറ്റംസിനോടാണ് കൂടുതലും താല്പര്യം. ചോക്ലേറ്റ്സും മാഗി സ്നാക്സും ഒക്കെ ഒരുപാട് സാധനങ്ങളാണെങ്കിൽ മേടിച്ച് കൊടുക്കത്തില്ലെന്ന് ഞങ്ങൾ ആദ്യം പറയുമെങ്കിലും പിന്നെ ഞങ്ങൾ മേടിച്ച് കൊടുക്കുകയും ചെയ്ത് അങ്ങനെയാണല്ലോ എല്ലാവരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാട്ടോ എൻ്റെ ഫേവറേറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആരെങ്കിലും ചോക്ലേറ്റ് മേടിച്ച് തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഗാലക്സി മേടിച്ച് തരിക. ആ ഗാലക്സി മുട്ടായിക്ക് എന്തോ 190 210 എന്തോ രൂപയായിരുന്നു തോന്നുന്നു. അനിയൻകുട്ടൻ എന്ത് സാധനം എടുത്താലും നല്ല മുടിഞ്ഞ റേറ്റ് ആയിരിക്കും. അപ്പോൾ അവൻ പറയണം ഇതിന് ഇത്രയും വിലയുണ്ടോയെന്നും പറഞ്ഞിട്ട് അവൻ പറയും അത് വേണ്ട. അനിയൻകുട്ടൻ ഭയങ്കര കാൽക്കുലേഷൻ ആണ് കേട്ടോ. ഈ ഒരുപാട് റേറ്റ് ആണെങ്കിൽ
മേടിക്കത്തില്ല. പക്ഷെ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അവൻ്റെ പൈസയാണെങ്കിൽ അവൻ പറയും വേണ്ട അങ്ങനെ ഒരു മൈൻഡ് ഉള്ളതാണ് അവൻ. പിന്നെ നേരെ നമ്മൾ ബുക്സും കാര്യങ്ങളും അടുത്തൊക്കെയാണ് പോയത്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഞാനും അനിയും കൂട്ടി സെയിം കളർ ഡ്രസ്സ് ആയിട്ടിരിക്കുന്നതെന്ന്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അല്ല ഞങ്ങൾ എന്തെങ്കിലും ബ്ലാക്കിൽ കാണാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ കാര്യങ്ങളും സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാ തോക്ക് വേണോ? നോക്കട്ടെ. എടാ നിനക്ക് വേണോ? വേണ്ടേ? ടോയ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ബർത്ത്ഡേക്ക് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞ് പറ്റിച്ചിട്ട് നമ്മൾ താഴേക്ക് വന്നിരിക്കും കേട്ടോ. കുറച്ച് ഡോണറ്റ്സും കേക്കും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട്. ഈ ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എപ്പോഴും കാണുമായിരിക്കും. പക്ഷേ എനിക്ക് കല്ലൻ സിക്സിൽ ഹൈപ്പറാണ് കേട്ടോ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എവിടെയാണ് ഇഷ്ടം നിങ്ങൾ അവിടെ പോകും കേട്ടോ. കൊല്ലക്കാരുടെ അടുത്താണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ വരുന്ന വഴിയിൽ അമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു. തഴുത്തൽ അമ്പലത്തിൽ എത്രാമത്തെ എന്തോ ഉത്സവം ആയിരുന്നു. അതുകൊണ്ട് തന്നെ കൊട്ടി മുതൽ തഴുത്തൽ അമ്പലം കഴിയുന്നവരെ നല്ല ലൈറ്റ് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ നേരത്തെ മുഖത്തല അമ്പലത്തിൽ കയറി കഴിഞ്ഞിട്ട് തഴുത്തല കയറാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് നല്ല ക്യൂ ആയിരുന്നു. അതുകൊണ്ടാണ് കയറാൻ പറ്റാഞ്ഞത്. പക്ഷെ തിരിച്ചു വന്നപ്പോഴത്തേക്കാണെങ്കിൽ അതിലും നല്ല ആള്. കാരണം എന്ന് വെച്ചാൽ അവിടെ ഗാനമേള നടക്കുന്നുണ്ടായിരുന്നു. ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.